മാതാപിതാക്കളുടെ സംരക്ഷണ ചുമതല മക്കൾക്കുള്ളതല്ലേ? ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കൽ ഭാര്യയുടെ മേൽ നിർബന്ധിക്കപ്പെട്ടതാണോ? ഇസ്ലാമിക രീതി അനുസരിച്ച് ഭാര്യയ്ക്ക് സ്വന്തമായി പാർപ്പിടം നൽകൽ ഭർത്താവിന് നിർബന്ധമാണോ? കുറേ ചോദ്യങ്ങളായിട്ടാണ് ഇവർ അയച്ചിട്ടുള്ളത്. ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് വീട് വേണമെന്ന അവകാശം ദീനിലില്ലേ? ഭർത്താവിൻ്റെ മാതാപിതാക്കൾ നോക്കാൻ ഭർത്താവിന് ഭാര്യയെ നിർബന്ധിക്കാൻ അനുവാദമുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഭർത്താവിൻ്റെ സഹോദരിമാർ വീട്ടിലുണ്ടായിരിക്കെ ഭാര്യയെ അതിനുവേണ്ടി നിർബന്ധിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഈ ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മറുപടി പറഞ്ഞ് ഗണ്യതമായൊരു തീരുമാനം പറഞ്ഞാൽ അത് നടപ്പിലാവുന്ന കാര്യമല്ല. അതായത് ഇവിടെ ഈ ചോദിക്കുന്ന സഹോദരി ഭർത്താവിന് താല്പര്യം എന്താണ്? ഭർത്താവിന് ഉമ്മനി ബാപ്പനൊക്കെ എന്ത് ചെയ്യണം, നോക്കണം, എല്ലാ സംരക്ഷണങ്ങളും നൽകണം, അവിടെ വീട്ടിൽ തന്നെ താമസിക്കണം, ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തണത് എന്താണ്? അങ്ങനെ ഒരു ബാധ്യത ഒരു ഭാര്യയ്ക്കില്ല. അതേപോലെ തന്നെ എന്താണ്, ഭർത്താവ് ഒരു വിവാഹം കഴിഞ്ഞാൽ അവർ വേറൊരു കുടുംബമാണ്, അവിടെ നിങ്ങൾക്ക് വേറൊരു വീടുണ്ടാക്കി അല്ലെങ്കിൽ വാടക കൊണ്ടുപോകാണ് വേണ്ടത് എന്നൊന്നും നമ്മൾ ഇവിടുന്ന് പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യൂല, അത് നടക്കൂല. കാരണം ഈ ആശയം അയാളോട് പറയുമ്പോൾ എന്താ പറയുക, നിനക്കിവിടെ വേണമെങ്കിൽ നിന്നാൽ മതി, ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് പറ്റുള്ളൂ എന്നാ പറയാം. അപ്പോൾ ഇവിടെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളൊരു കമൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഫത്വ പറഞ്ഞത് കൊണ്ടോ നടക്കുന്ന കാര്യങ്ങളല്ല. ഇതിന്റെ പ്രായോഗികതകൾക്ക് അനുസരിച്ചുകൊണ്ട് ഭർത്താവിലൂടെ അത് പരിഹരിക്കണം. അപ്പൊ എന്ത് ചെയ്യും, തന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ എന്ത് ചെയ്യും, അവരിപ്പത്തെ ഒരു വീടിന്റെ ആഗ്രഹം, സ്വപ്നം അതൊക്കെ പറയാലോ, മനസ്സിലായി. അതിന് അദ്ദേഹത്തെ എന്ത് ചെയ്യാം, വളരെ സ്നേഹത്തോടു കൂടെ സ്വീകരിച്ച് അയാളുടെ പറഞ്ഞ് താല്പര്യപ്പെടുത്തി അദ്ദേഹത്തിന് അത് സാധിച്ചെടുക്കാൻ പറ്റണം. അവിടെയാണ് ഒരു സ്ത്രീയുടെ വിജയം. പിന്നെ അമ്മായിമ്മനെ നോക്കുക, അമ്മോഷനെ നോക്കുക എന്നുള്ളതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഭർത്താവിന്റെ വാപ്പ ഉമ്മ എന്നുള്ളതാണ്. ഭർത്താവിന്റെ വാപ്പയും ഉമ്മയാണ്. അപ്പൊ ഭർത്താവിന്റെ വാപ്പനെയും ഇമ്മനെയും നോക്കാനുള്ള കടമ ഭർത്താവിനല്ലേ. അപ്പൊ ഭർത്താവ് ചെയ്യേണ്ട ഏത് കാര്യങ്ങളും, ഇപ്പൊ ഭർത്താവ് ഒരു ജോലിക്കാരനാണ്, മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലിയിൽ എന്തെങ്കിലും വൈഫിന് ചെയ്തു കൊടുക്കാണ്ടെങ്കിൽ, ഒരു കച്ചവടക്കാരനാണ്, എന്നാ ഞാനൊരു സ്ഥലത്ത് ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി ചന്തയിൽ പോവാണ്, നീ ഒരു 10 മിനിറ്റ് വന്ന് നിൽക്കുക പറഞ്ഞാൽ ഒരു പെണ്ണിന് പോയി നിന്നൂടെ? പക്ഷെ അവളല്ലല്ലോ കച്ചവടക്കാരൻ. എന്ന പോലെ തന്നെ എന്താണ്, ഭർത്താവിന്റെ ഉമ്മനെയും വാപ്പനെയും അയാൾ നോക്കുമ്പോൾ അയാൾക്ക് കഴിയാത്ത ചില ഏരിയകളിൽ അവരെന്ത് ചെയ്യുന്നു, അവരെ നോക്കാൻ സഹായിക്കുന്നു. അത് ഭർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് അവിടെ താമസിക്കുമ്പോഴേ ഇപ്പോൾ ആ പ്രശ്നം വരുന്നുള്ളൂ. പുറത്തു പോയി താമസിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ഇല്ലതാനും. അപ്പൊ അതൊക്കെ കടമയാണോ കടമയല്ലേ എന്നൊക്കെ ഫത്വ ചോദിച്ച് കടമയില്ല എന്ന് പറയുമ്പോൾ അന്ന് ഇനി മുതൽ ഞാനിവിടെ ഇല്ല എന്നൊന്നും പറയേണ്ട ഒരു കാര്യമല്ല ഇത്. അപ്പോൾ തൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും ഭർത്താവിനെ ബോധിപ്പിച്ച് ഭർത്താവ് കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം അവരുണ്ടാക്കണം. അതില്ലാതെ ഇതിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ള പരിഗണനയും ഭർത്താവിന് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ജീവിതം ഒരുപക്ഷെ വഴിമാറിയേക്കാം.